ധാത്രിക ഭാഗം 7. പുഴയിലേക്ക് ചാടാൻ ഒരുങ്ങി ഒരാൾ നിൽക്കുന്നു. മുകളിൽ നിന്നായതുകൊണ്ട് മുഖം കാണാൻ സാധിക്കുന്നില്ല. ഇരുവരും ഞെട്ടി. മാത്രമേ അത് ചാടുമോടാ? അലക്സ് പരിഭ്രമത്തോട് ചോദിച്ചു. മിക്കവാറും, അതർ പറഞ്ഞു. എന്തു ചെയ്യും? അത് ചോദിച്ചതും അയാൾ പുഴയിലേക്ക് എടുത്ത് ചാടിയത് കണ്ട് ഇരുവരും ഞെട്ടി. അയ്യോ അതർ, അയാൾ ചാടി, ഇനി എന്തു ചെയ്യും? ഒന്നും നോക്കല്ല, നീ വണ്ടി എടുത്ത് താഴേക്ക് വാ. അതർ ഷൂ അഴിച്ച് പുഴയിലേക്ക് എടുത്ത് ചാടി. അലക്സ് ഒന്ന് പകച്ച്, പിന്നെ ഷൂ എടുത്ത് വണ്ടിയിൽ കയറി. ഈ സമയം വെള്ളത്തിൽ ചാടിയ അയാൾ കയ്യും കാലിട്ടടിക്കുകയാണ്. അതർ നീന്തി ചെന്ന് അയാളെ പിടിച്ചു വലിച്ച് കരയിലേക്ക് നീന്തി. അപ്പോഴേക്കും അലക്സും അവിടെ എത്തി. ഇരുവരും കൂടി അയാളെ കരയിൽ കയറ്റി. കരയിലിരുന്ന് അവർ കിതച്ചു. ഇതാരാടാ? അലക്സ് ചോദിച്ചു. നോക്കാം. ഇരുവരും അയാളെ തിരിച്ചു കിടത്തി. ആളെ കണ്ട് അതർ ഞെട്ടി. ടോണി മാഷ്, അവൻ പറഞ്ഞു. നീ അറിയോ ഇയാളെ? മാഷേ, ടോണി മാഷേ. അവൻ പരിഭ്രമത്തോടെ അയാളുടെ കവിളിൽ തട്ടി വിളിച്ചു. വെള്ളം കുടിച്ചിട്ടുണ്ടാവും. വയറ്റിൽ ഞെക്കി വെള്ളം കളയി. അതർ വയറ്റിലമർത്തി വെള്ളം കളഞ്ഞു. ഇരുവരും കൈയും കാലും തടവി ചൂടാക്കി. പെട്ടെന്ന് അയാൾ ചുമച്ചുകൊണ്ട് എഴുന്നേറ്റു. ഇരുവർക്കും ആശ്വാസമായി. ടോണി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അതർവിനെ കണ്ടതും അയാളൊന്ന് പരിങ്ങി. എന്ത് പണിയാണ് മാഷി കാണിച്ചത്? ഞങ്ങളിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ മാഷിപ്പോൾ ജീവനോട് കാണില്ലായിരുന്നു, അറിയോ? അതർ അല്പം ദേഷ്യത്തോട് പറഞ്ഞു. എന്തിനാ ഇപ്പോൾ നീ എന്നെ രക്ഷിച്ചത്? ചത്തുപോകില്ലായിരുന്നു ഞാൻ, അതോടെ അവസാനിക്കുമായിരുന്നില്ല എല്ലാം. അയാൾ കരഞ്ഞുകൊണ്ട് കോപത്തോട് പറഞ്ഞു. അതർവും അലക്സും അന്താളിച്ച് പരസ്പരം നോക്കി. എന്താ പക്ഷേ, എന്താ പ്രശ്നം? അവൻ ശാന്തമായി ചോദിച്ചു. നിനക്കറിയാവുന്നതല്ലേ അപ്പോൾ എല്ലാം. മായ, അവൾ തന്നെ എൻ്റെ പ്രശ്നം. അവളില്ലാതെ വയ്യ എനിക്ക്. അതർവ് എന്തു പറയണം എന്നറിയാതെ കുഴങ്ങി. എന്താണ് പ്രശ്നം? ആരെയും മായ? അലക്സ് മനസ്സിലാവാതെ ചോദിച്ചു. മീനോട് ചേച്ചിയാ മായ. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ കാര്യങ്ങളൊക്കെ? ഓ, അപ്പോൾ ഇതാണ് ടോണി മാഷല്ലേ? അലക്സ് അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അത്ര ഒന്ന് മൂളി. മാഷെ, ഞാൻ മാഷെ ഒന്ന് കാണാൻ എനിക്ക് തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു ജാതിയേ ഉള്ളൂ, മനുഷ്യജാതി. മനുഷ്യർ നിർമ്മിച്ച ജാതീയതയുടെ മതിൽക്കെട്ടുകളേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് ജന്മസിദ്ധമായ നമുക്ക് കിട്ടിയ സ്നേഹിക്കാനുള്ള കഴിവിനെയാണ്. വിവേചനമല്ല, വിവേകമാണ് കാണിക്കേണ്ടത്. ഒരു കാര്യം ചോദിക്കട്ടെ, മാഷിന് ഇപ്പോഴും മായച്ചിയൊരു ആത്മാർത്ഥ സ്നേഹമുണ്ടോ? അലക്സ് എന്ത് ചോദ്യം എന്ന ഭാവത്തിൽ അവനെ നോക്കി. ഇഷ്ടമാണോന്നോ? എൻ്റെ പ്രാണനാണ് അവളിപ്പോഴും. അവൾക്ക് വേണ്ടി ഞാനിപ്പോൾ മരിക്കാൻ പോലും തയ്യാറായത്. അവളില്ലാതെ എനിക്ക് ജീവിക്കേണ്ട. ടോണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മായ ചേച്ചി എനിക്ക് സ്വന്തം ചേച്ചിയാണ്. അവരുടെ ജീവിതം നന്നായി കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചിക്ക് വേണ്ടി മരിക്കാനല്ല, ചേച്ചിക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാണോ മാഷെ? എങ്കിൽ ആരും വന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തിത്തരും, നാളെ തന്നെ. സമ്മതമാണോ? അതർവിൻ്റെ ചോദ്യം കേട്ട് ടോണി വായും പൊളിച്ച് അവനെ നോക്കി. അലക്സ് വായും പൊളിച്ച് അവനെ നോക്കി. ടോണിയും ആകെ അന്തം വിട്ടു നിന്നു. എന്താ മാഷ ഒന്നും പറയാത്തത്? കാര്യമായിട്ട് തന്നെ ചോദിച്ചത്. അവസാന ശ്വാസം വരെ മായേച്ചിയെ ചേർത്ത് പിടിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. സമ്മതോടാ, 100 വട്ടം എനിക്ക് സമ്മതം. പക്ഷേ മായ, അവൾ ഒരിക്കലും ഇതിന് തയ്യാറാവില്ല. എന്നോട് സംസാരിക്കാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല. ടോണി നിരാശയോടെ പറഞ്ഞു. അതൊന്നും ഓർത്ത് മാഷ് വേവലാതിപ്പെടേണ്ട, എല്ലാം ഞാൻ ഏറ്റു. മാഷ് വന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ തിരിഞ്ഞ് അലക്സിനെ നോക്കി. അലക്സ്, നീ ചെന്ന് വണ്ടി എടുക്ക്. അലക്സ് സംശയത്തോടെ അവനെ നോക്കി. പിന്നെ തിരിഞ്ഞു നടന്നു. ഒപ്പം അതർവും. ഒന്നും മനസ്സിലാവാതെ ടോണിയും. വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് മായ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. അവൾ ക്ലോക്കിലേക്ക് നോക്കി. സമയം 11 കഴിഞ്ഞിരിക്കുന്നു. ആരാണ് ഈ സമയത്ത്? മായ തിരിഞ്ഞു നോക്കി. മീനു നല്ല മയക്കത്തിലാണ്. വാതിലിൽ വീണ്ടും മുട്ടുകിട്ടു. മീനു, നീ ഒന്ന് എഴുന്നേറ്റേ. മായ മീനുവിനെ വിളിച്ചു. അവൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു. എന്താ ചേച്ചി? ആര് വാതിലിൽ തട്ടുന്നു? മീനു ശ്രദ്ധിച്ച്. ആരാ ചേച്ചി ഈ സമയത്ത്? നീ വാ, നമുക്ക് നോക്കാം. ഇരുവരും എഴുന്നേറ്റ് വാതിലിനരികിലേക്ക് നടന്നു. അതിനിടെ മായ അടുക്കളയിൽ ചെന്ന് വാക്കത്തി എടുത്തുകൊണ്ട് വന്നു. അതുകണ്ട് മീനു ഒന്ന് ഭയന്നു. ആരാ? മായ ഗൗരവത്തോട് ചോദിച്ചു. മായച്ചി, ഇത് ഞാനാ, അപ്പു, കഥ തുറക്ക്. അത് കേട്ടതും ഇരുവരും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. അപ്പുവിനെന്താ ഈ സമയത്ത്? മീനു സംശയത്തോടെ ആലോചിച്ചു. മായ കത്തി താഴെ വെച്ച് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്ന അതർവും ഒപ്പം അലക്സും. എന്താ അപ്പു ഈ സമയത്ത്? മായച്ചിയോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. എനിക്കല്ല. അതും പറഞ്ഞ് അവൻ ടോണിയെ പിടിച്ച് അവൾക്ക് മുന്നിലേക്ക് നീക്കി നിർത്തി. ഇയാൾക്കാ ചേച്ചിയോട് സംസാരിക്കാനുള്ളത്. ടോണിയെ കണ്ടതും അവളൊന്ന് ഞെട്ടി. മീനു ഒന്ന് അന്താളിച്ചു. ആകെ നനഞ്ഞു കുതിർന്ന് പരിഭ്രമത്തോടെ മുഖത്ത് നോക്കാതെ നിൽക്കുന്ന ടോണിയെ കണ്ട് അവൾ ശരിക്കും അതിശയിച്ചു. മാഷിന് എന്തു പറ്റി? ആകെ നനഞ്ഞ്
മീനു സംശയത്തോടെ ചോദിച്ചു. മായും അയാളെ അടിമുടി നോക്കി. അവൻ നിന്ന് പരിങ്ങി. ആത്മഹത്യാ ശ്രമമായിരുന്നു. കണ്ണാടിപ്പുഴയിൽ ചാടി. തക്ക സമയത്ത് ഞങ്ങൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നാളെ കാലത്ത് കണ്ണാടിപ്പുഴയിലൂടെ ശാപം പൊങ്ങിയേനെ ഈ മാഷുടെ. അതൊരു പറഞ്ഞത് കേട്ട് ഇരുവരും ഞെട്ടി. എന്ത്, ആത്മഹത്യ ചെയ്യാനോ? മായ ടോണിയുടെ അരികിലേക്ക് ചെന്നു. ഞാൻ കേട്ടത് നേരാണോ മാഷേ? അവൾ അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അയാൾ തലകുലുക്കി. ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അയാളുടെ ഷർട്ടിൽ കടന്നു പിടിച്ചു. എന്തിനു മാഷ് അങ്ങനെ ചെയ്യാൻ നോക്കിയത്? മാഷിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയൊക്കെ ആയിട്ടും ഈ നാട് വിട്ട് ഞാൻ പോവാതിരിക്കുന്നത് ദൂരെ നിന്നെങ്കിലും എന്നെ മാഷിനൊന്ന് കാണാനോ എന്ന് കരുതിയില്ലേ? എന്നിട്ട് എന്തിനാ മാഷ്? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാളുടെ മാറിലേക്ക് വീണു. ടോണി അമ്പരന്നു. മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അഥർവും അലക്സും വിജയഭാവത്തിൽ ചിരിച്ചു. മായ കരയാതെ. ടോണി അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പം എന്തായി മാഷേ? ഞാൻ പറഞ്ഞില്ലേ മായേച്ചി കൊണ്ട് എല്ലാം ഞാൻ സമ്മതിപ്പിക്കുമെന്ന്. ഇപ്പം സന്തോഷമായില്ലേ? അപ്പോഴാണ് മായയ്ക്ക് പരിസരബോധം വന്നത്. അവൾ വേഗം ഞെട്ടിപ്പിടഞ്ഞ് മാറി. ഞാൻ അത് ജാള്യതയോടെ അവൾ മുഖം തിരിച്ചു നിന്നു. പരിഭ്രമമൊന്നും വേണ്ട മായേച്ചി, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. മാഷിനെ മായേച്ചിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. മാഷിന് മായേച്ചി എന്ന ജീവന. അങ്ങനെ പരസ്പരം സ്നേഹിക്കുന്നത് നിങ്ങൾ എന്തിനു പിരിയണം? ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചൂടെ? അതൊരു ചോദിച്ചു. അപ്പോൾ നീ എന്തറിഞ്ഞിട്ടാ കുഞ്ഞി പറയുന്നത്? അതൊന്നും നടക്കില്ല. ആരും അത് അംഗീകരിച്ച് തരില്ല. ആരാ ചേച്ചി അംഗീകരിക്കേണ്ടത്? ഈ നാട്ടുകാരോ? ഭാഗ്യമ്മ മരിച്ച് ഒരു നേരത്തെ അന്നത്തിനായി രണ്ടുപേരും കേട്ടപ്പോൾ തിരിഞ്ഞു പോലും നോക്കാത്ത ഈ നാട്ടുകാരിയാണോ ചേച്ചിക്ക് ബോധിപ്പിക്കേണ്ടതോ അംഗീകരിപ്പിക്കേണ്ടതോ? അവരുടെ ചിലവിലാണോ നിങ്ങൾ കഴിയുന്നത്? അല്ലല്ലോ, നന്നായി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് നിങ്ങൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർ പറഞ്ഞു. അപ്പോൾ നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ എന്ത് പക്ഷേ ചേച്ചി? ടോണി മാഷിന് നല്ല അന്തസ്സുള്ളൊരു ജോലിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മുന്നിലും നിങ്ങൾക്ക് തലതാഴ്ത്തി നിൽക്കേണ്ടി വരില്ല. മായ ഒന്നും പറയാതെ മൗനമായി നിന്നു. ചേച്ചി, എന്നെ കരുതി ടോണി മാഷിൻ്റെ സ്നേഹം ഇനിയും നിരസിക്കരുത്. ദൈവം പുറക്കില്ല. ഇനിയും ചേച്ചിയുടെ തീരുമാനം ഒറ്റയ്ക്ക് ജീവിക്കാനാണെങ്കിൽ ചേച്ചിക്ക് കൂട്ടായി തന്നെ ഞാനും ഉണ്ടാകും. ഒരു വിവാഹം എൻ്റെ ജീവിതത്തിലുണ്ടാകുമെന്ന് ചേച്ചിയും കരുതണ്ട. മീനു തീർത്ത് പറഞ്ഞു. മായ ഞെട്ടലോടെ അവളെ നോക്കി. ചേച്ചിയുടെ അത്രയും പ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഒത്തിരി ജീവിതങ്ങൾ കണ്ട പരിചയമുണ്ട്. ഇന്ന് ഞങ്ങൾ കണ്ടതുകൊണ്ട് മാഷ് രക്ഷപ്പെട്ടു. പക്ഷേ നാളെയും അങ്ങനെ സംഭവിക്കുമെന്ന് ചേച്ചി കരുതുന്നുണ്ട്. അലക്സിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരം മുട്ടി. ചേച്ചി, ജീവിതം ഒന്നേ ഉള്ളൂ. അത് ആർക്കു വേണ്ടി നശിപ്പിച്ച് കളയാനുള്ളതല്ല. ഇന്ന് തള്ളിപ്പറഞ്ഞ നാട്ടുകാർ നാളെ നിന്നെ അംഗീകരിക്കില്ലെന്ന് എന്താ ഉറപ്പ്? മാറുന്ന ലോകമാണ്. ഒപ്പം ജനങ്ങളുടെ ആശയങ്ങളും ചിന്തകളും മാറും. തിരിച്ചറിവിൻ്റെ കാലത്ത് അവരുണ്ടാക്കി വെച്ച ജാതീയതയുടെ മതിൽക്കെട്ടുകൾ അവർ തന്നെ പൊളിച്ചു നീക്കിയെന്ന് വരാം. അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. എതിർപ്പുകൾ ഉണ്ടാകും, അതിനൊക്കെ നേരിടണം തൻ്റെ അടുത്തോടെ. അത്ര പറഞ്ഞു. മായ മുഖമുയർത്തി എല്ലാവരെയും നോക്ക്. സമ്മതിക്ക് ചേച്ചി, മീനു പറഞ്ഞു. മായ ടോണിയെ നോക്കി. ദീനതയോടെയുള്ള ആ നോട്ടം കണ്ട് മായയുടെ ഉള്ളം പിടഞ്ഞു. പതിയെ അവൾ മുഖം കുനിച്ചു. ആ മുഖത്ത് പതിയെ ഒരു പുഞ്ചിരി വിരുന്നു. എനിക്ക് സമ്മതമാണ്. കേട്ടത് വിശ്വസിക്കാനാവാതെ എല്ലാവരും പരസ്പരം നോക്കി. മതി ചേച്ചി, ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്ക്. രജിസ്റ്റർ ബുക്കിൽ മായയും ടോണിയും ഒപ്പുവെച്ചു. സാക്ഷിയായി അഥർവും അലക്സും മീനുവും ഉമേഷും. രജിസ്റ്റർ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി. എനിവേ, വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ്. രജിസ്റ്റർ ടോണിക്ക് കൈ കൊടുത്തു. താങ്ക് യു സർ. ഇനിയൊരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. അഥർ പോക്കറ്റിൽ നിന്ന് ഒരു താലി പുറത്തെടുത്തു. ഈ ചടങ്ങ് വേണ്ടാന്ന് വെക്കണ്ട, ഇതങ്ങ് കെട്ടിക്കൊടുക്കും മാഷേ. ടോണി അത് വാങ്ങി മായയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത്. അപ്പോൾ എല്ലാ ചടങ്ങുകളും ഭംഗിയായി അവസാനിച്ചല്ലോ, അലക്സ് പറഞ്ഞു. ആര് പറഞ്ഞു അവസാനിച്ചെന്ന്? ചോദ്യം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. വാതിൽ തുറന്ന് സുഗുണനും രണ്ടുപേരും അകത്തേക്ക് വന്നു. അവരുടെ മുഖത്തെ ഗൗരവം കണ്ട് എല്ലാവരും ഒന്ന് പരിങ്ങി. അവർ ധൈര്യത്തോടെ അവരെ നോക്കി. എന്താ സുഗുണേട്ടാ? അതുകൊള്ളാം. ഞാൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ എന്നോടൊരു വാക്കുപോലും പറയാതെ ഈ പഞ്ചായത്തിൽ ഇങ്ങനൊരു കല്യാണം നടത്തി കൊള്ളാം. പക്ഷേ അതങ്ങനെ നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. രാമു, അതിങ്ങ് എടുത്തോണ്ട് വാ. ശരി സുഗുണേട്ടാ. കൂടിയുണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് പോയി. എല്ലാവരും പരിഭ്രമത്തോടെ പരസ്പരം നോക്കി. അതൊരു പക്ഷേ എന്തും വരട്ടെ എന്ന ഭാവത്തിൽ നിന്നു. ഉമേഷ് സുഗന്ധൻ്റെ അരികിലേക്ക് ചെന്നു. സുഗുണേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇത് സമാധാനത്തോടെ പറഞ്ഞു തിരിക്കുകയല്ലേ വേണ്ടത്? ഉമേഷ് ചോദിച്ചു. അയാൾ അവനെ ഒന്ന് ഇരുട്ടെ നോക്കി. നീ എന്താടാ കരുതിയത്? ഈ കല്യാണം ഒരു കൃഷ്ണപുരത്ത് ഉണ്ടാകാൻ പോകുന്ന പുകിൽ എന്താണെന്ന് നിനക്ക് അറിയാമോ? ഒരു വർഗീയ ലഹള തന്നെ ഉണ്ടായേക്കാം. മാളയൊക്കെ തറവാട്ടുകാർ അടങ്ങിയിരിക്കുമോ? ആവേശത്തിന് എല്ലാവരും കൂടി പിടിച്ച് കെട്ടിച്ചു. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എൻ്റെ ഒരു ഉത്തരവാദിത്തം. അതൊക്കെ എൻ്റെ തലയിലേക്കാണ് വരുന്നത്, അറിയാമോ? നിന്നോടൊക്കെ പറഞ്ഞിട്ടെന്തിന്? ഒരു പൊതുപ്രവർത്തകൻ്റെ വേദന
നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുഗുണേട്ടാ. താമോ അകത്തേക്ക് വന്നു. കയ്യിൽ 2 മാലയും ബൊക്കയും കണ്ട് എല്ലാവരും അമ്പായിരുന്നു. സുഗുണൻ ചിരിച്ചു. എന്താ, പേടിച്ചു പോയോ? ഞാൻ വന്നത് നിങ്ങളുടെ കല്യാണം കൂടാനല്ലേ? ചടങ്ങ് പൂർത്തിയാക്കാൻ ഇതും കൂടി വേണം. ദാ രണ്ടുപേരും കൂടി ഇതങ്ങ് ഇട്ടുകൊടുത്തേ. സുഗുണൻ മാലയും ബൊക്കയും അവർക്ക് നൽകി. ചേട്ടൻ ശരിക്കും ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞു, അലക്സ് പറഞ്ഞു. സുഗുണൻ ചിരിച്ചു. ഇതൊക്കെ എന്ത് പേടിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ മോനെ അഥർവേ. ഇപ്പോൾ ഇവരും നാട്ടിലെല്ലാവരും അറിഞ്ഞു കാണും. അവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടായേക്കാം, സുഗുണൻ പറഞ്ഞു. എന്തും ഉണ്ടായിക്കൊള്ളട്ടെ, നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇതിന് പുറപ്പെട്ടത് തന്നെ. സുഗുണൻ അവൻ്റെ തോളിൽ തട്ടി. എന്തിനും ഞാനുണ്ട് കൂടെ. എന്നാ വാ, ഇറങ്ങാം. എല്ലാവരും പുറത്തേക്ക് നടന്നു. അലക്സ് ആയിരുന്നു വണ്ടി ഡ്രൈവ് ചെയ്തിരുന്നത്. എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പാലത്തിൽ കയറിയപ്പോഴേ കണ്ടു തങ്ങളുടെ വണ്ടിക്ക് നേരെ ഒരാൾക്കൂട്ടം വരുന്നത്. അഥർവേ, പ്രശ്നമാകുമോടാ? അലക്സ് ആശങ്കയോടെ ചോദിച്ചു. എന്ത് പ്രശ്നം? ആൾക്കൂട്ടത്തിന് മുന്നിലെത്തിയതും വണ്ടി നിന്നു. നിങ്ങളിപ്പോൾ ഇറങ്ങണ്ട, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അതും പറഞ്ഞ് അഥർവ് പുറത്തിറങ്ങി. ഒരു വശത്ത് വാര്യരും നാട്ടുപ്രമാണിമാരിൽ ചിലരും, മറുവശത്ത് മാളികയ്ക്കൽ ഔസേപ്പും കുടുംബക്കാരും. എല്ലാവരും രോഷത്തോടെ അവരെ നോക്കി. എവിടെയാണ് അവർ? ഒളിച്ചിരിക്കാതെ ഇറങ്ങി വരാൻ പറ, ഒരുവൻ പറഞ്ഞു. ഒളിച്ചിരിക്കാൻ ആരെയും ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ചെന്ന് ഡോർ തുറന്നു കൊടുത്തു. വിവാഹവേഷത്തിൽ അല്പം പേടിയോടെ ടോണയും മായയും ഇറങ്ങി. ഒപ്പം മീനുവും അലക്സും ഉമേഷും. അവരെ കണ്ടതും ഔസേപ്പിനെ രോഷകരിച്ച് കയറി. അയാൾ ദേഷ്യത്തോടെ മകന് നേരെ ചീറിപ്പാഞ്ഞു വന്നു. സാമദ്രോഹി, കുടുംബത്തിൻ്റെ മാനം കളയുന്നുണ്ടവനെ, വെച്ചേക്കില്ല നിന്നെ ഞാൻ. അയാൾ ടോണിയെ അടിക്കാനൊരുങ്ങിയതും അഥർവ് അയാളുടെ കൈ പിടിച്ചു. എരിയുന്ന കണ്ണുകളോടെ അയാൾ അവനെ നോക്കി. അത് വേണ്ട ഔസേപ്പച്ചായ, നിങ്ങളുടെ മകൻ ഒരു പെണ്ണിനെ ഉപേക്ഷിക്കുകയല്ല, സ്നേഹിച്ച പെണ്ണിനെ അന്തസ്സായി താലികെട്ടി കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനടിക്കുകയല്ല, അഭിനന്ദിക്കുകയാണ് വേണ്ടത്. നീ ആരാടാ അത് പറയാൻ? മാളികയ്ക്കൽ തറവാടിനെക്കുറിച്ച് എന്തറിയാം നിനക്ക്? പരമ്പരാഗത ക്രിസ്ത്യൻ കുടുംബമാണ് ഞങ്ങളുടേത്. ആ കുടുംബത്തിലേക്ക് ഒരു അന്യജാതിക്കാരെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. ജീവനോടെ കുഴിച്ചു മൂടുവനെ. താൻ ഒലത്തും. മാഷിൻ്റെ ഒരു രോമത്തെ താൻ തൊടില്ല. തൊട്ടാൽ താൻ എവിടത്തെ തമ്പുരാനായാലും ശരി, ആ കൈ അരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും ഞാൻ. അഥർവിൻ്റെ കണ്ണുകൾ എരിഞ്ഞു. തോന്നിവാസത്തിന് കൂട്ടുനിന്നിട്ട് പറയുന്നത് കേട്ടില്ലേ? വലിയ തമ്പുരാൻ ഒരു ഹിന്ദു പെണ്ണിനെ ക്രിസ്ത്യാനിക്ക് കൊണ്ട് കൊടുത്തിട്ട് നിന്ന് കൊരുക്കുന്നു. ഇവനാണോ നിങ്ങളൊക്കെ വാനോളം പുകത്തി മാലയിട്ട് സ്വീകരിച്ചത്? നാട്ടുകാർക്കും വീട്ടുകാർക്കും മാനക്കേടുണ്ടാക്കാൻ പറഞ്ഞവൻ. വാര്യർ പറഞ്ഞത് കേട്ട് അഥർവിന് അരിശം കയറി. അവൻ ചാടി വന്ന് അയാളുടെ ഷർട്ടിൽ പിടിച്ചു. എടാ ചെറ്റേ, നാക്കിനില്ലെന്ന് വെച്ച് വേണ്ടാതിനം പറഞ്ഞാൽ പ്രായമൊന്നും നോക്കില്ല. ഒന്നങ്ങ് വെച്ച് തന്നാലുണ്ടല്ലേ പിന്നത്തെ മര്യാദയ്ക്ക് നടക്കില്ല. വാര്യർ ഒന്ന് ഞെട്ടി. അഥർവ് പതിയെ പിടിവിട്ട്. ജാതി മതവും എന്താ അത്? ഒരുവൻ ഹിന്ദുവായോ ക്രിസ്ത്യാനിയായോ ഇസ്ലാമായോ ജനിച്ചത് അവൻ്റെ തെറ്റല്ല, മനുഷ്യനായി അവൻ ജനിക്കുന്നത്. അവനറിയില്ല താൻ ജനിച്ചത് ഏത് കുലത്തിലാണെന്ന്. പിന്നീട് വളർത്തിയവരാണ് അവനിൽ ഈ അറിവുകൾ പാകുന്നത്. മറ്റൊരു കുലത്തിൽ ജനിച്ചതുകൊണ്ട് മനുഷ്യനൊരു മാറ്റവുമില്ല. സിരകളിലോടുന്ന ചുവന്ന രക്തമാണ്. വിശപ്പും ദാഹവും വേദനയും എല്ലാം ഒരുപോലെയാണ്. നിങ്ങൾക്ക് പറഞ്ഞല്ലോ ജാതിയെയും മതത്തെയും കുറിച്ച്. ഏത് മതഗ്രന്ഥത്തിലാണ് സ്വജാതിയിൽപ്പെട്ടവനെ മാത്രമേ സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്? എല്ലാ മതങ്ങളും പറയുന്നത് ഒരേ കാര്യമാണ്. നാമെല്ലാം ഒരു കുടുംബത്തിലെ അംഗമാണ്. വർണ്ണവും സ്വഭാവവും വിശ്വാസവും വേറെ ആയിക്കോട്ടെ, പക്ഷേ നാമെല്ലാം ആ മണ്ണിൻ്റെ മക്കളാണ്. ആ സത്യം വേണം തിരിച്ചറിയാൻ. നിങ്ങളൊക്കെ കുറെ പ്രസംഗിച്ചല്ലോ. ഞങ്ങളെപ്പോലുള്ള 10,000-കണക്കിന് ജവാന്മാർ അവൻ്റെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും പിരിഞ്ഞ് ഈ രാജ്യത്തിന് കാവൽ നിൽക്കുന്നത് കൊണ്ടാണ് നീയൊക്കെ ഇവിടെ സമാധാനത്തോടെ കിടന്നിറങ്ങുന്നതും ഇങ്ങനെ പ്രസംഗിക്കുന്നതും. ഈ ചിന്ത ഞങ്ങളിലുണ്ടായാൽ നീയൊന്നും പിന്നെ ഉണ്ടായെന്ന് വരില്ല. പക്ഷേ ഞങ്ങൾക്കതിന് കഴിയില്ല. ജീവിക്കുന്ന ഓരോ നിമിഷവും ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നവനാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് മുന്നിൽ ഹിന്ദുവോ ഇസ്ലാമോ ക്രിസ്ത്യാനോ എന്നില്ല. എല്ലാവരും ഞങ്ങളുടെ അമ്മയുടെ ഭാരതാംബയുടെ മക്കളാണ്. എല്ലാവരും ഞങ്ങൾക്ക് കൂടെപ്പിറപ്പുള്ള. സ്വന്തം ജീവൻ കൊടുത്തും മാതൃരാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ് ഞങ്ങൾ. അല്ലാതെ തന്നെപ്പോലെ കീശ ഉയർപ്പിക്കാൻ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ചും അമ്പല കമ്മിറ്റിയിൽ കൈയിട്ട് വാരിയും സ്വന്തം സുഖം തേടി പോകുന്നവരല്ല ഞങ്ങൾ. അവർ പറഞ്ഞു നിർത്തി. വാര്യർ കോപമടക്കി അവനെ നോക്കി. ഇവർ പരസ്പരം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യും, ഈ നാട്ടിൽ തന്നെ. അവർ പറഞ്ഞു. അത് നടക്കില്ല. ഇവർ ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ. നാട്ടുപ്രമാണിമാരിൽ ഒരാൾ പറഞ്ഞു. അത് പറയാൻ താൻ ആരോടോ? സുഗുണൻ അവിടേക്ക് വന്നു, കൂടെ നാട്ടുകാരും. അവരെ കണ്ടതും എല്ലാവരും ഒന്ന് വിരണ്ടു. എടോ, ഈ കൃഷ്ണപുരത്തിൻ്റെ പ്രസിഡന്റ് ഞാനാ. ഇവർ ഈ നാട്ടിൽ താമസിക്കുന്നതിൽ പരാതി വല്ലതുണ്ടെങ്കിൽ അവർക്ക് ഈ നാട്ടിൽ നിന്ന് പോകാം. പരസ്പരം സ്നേഹിച്ചു പോയി എന്ന കുറ്റത്തിന് നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചാൽ തന്തും തടിയുള്ള നല്ല നാട്ടുകാരുണ്ട്. അവരത് നോക്കി നിൽക്കുമെന്ന് കരുതണ്ട.
സുഗുണൻ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു. പിന്നിലുള്ള നാട്ടുകാരെ കണ്ടതും അവർ വാലമടക്കി. അപ്പുവേ, നീ അവരെ കൂട്ടി പോയിക്കോ, സുഗുണം പറഞ്ഞു. എല്ലാവരും വണ്ടിയിൽ കയറി. ആളുകൾ വഴിമാറിക്കൊടുത്തു. വണ്ടി മുന്നോട്ട് നീങ്ങി. വാര്യരും ഔസപ്പും രോഷത്തോടെ കൈ ചുരുട്ടി. പ്രഭാകരൻ, വിടില്ല ഞാൻ അവനെ. വാര്യർ ദേഷ്യത്തോടെ മുരണ്ടു. അല്ലാതെ വണ്ടി എങ്ങോട്ടേക്കാണ് വിടേണ്ടത്, അത് പറ, അലക്സ് വണ്ടി ഓടിക്കുന്നതിനോട് ചോദിച്ചു. മായയും ടോണിയും ആവലാതിയോടെ പരസ്പരം നോക്കി. വേറെ എവിടേക്ക് പോകാനാ, ഞങ്ങളുടെ വീട്ടിലേക്ക് വിട്ടേക്ക്, മീനു പറഞ്ഞു. വാടക വീടാണ്, നാളെയൊക്കെ തറവേണ്ട അത്ര സൗകര്യമൊന്നുമില്ല, മീനു പറഞ്ഞു. ടോണി പുഞ്ചിരിച്ചു. കൂടെ എൻ്റെ മായുണ്ടെങ്കിൽ കുടിലും എനിക്ക് കൊട്ടാരമാണ്. മായയെ ചേർത്ത് പിടിച്ച് ടോണി പറഞ്ഞു. മായയുടെ കണ്ണുകൾ നിറഞ്ഞു. അലക്സ് കൊണ്ട് മീനുവിൻ്റെ മുറ്റത്തേക്ക് എടുത്തു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് എല്ലാവരും ഒന്ന് അമ്പരന്നു. വീട്ടുടമസ്ഥൻ വർമ്മ വീട്ടുമുറ്റത്ത് നിൽക്കുന്നു. ബാല്യക്കാർ വീട്ടു സാമാനങ്ങളെല്ലാം എടുത്ത് പുറത്തു വെച്ചിരിക്കുന്നു. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്താ വർമ്മ സാറേ ഇത്, എന്തിനാ ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചിരിക്കുന്നത്, മീനു സങ്കടത്തോട് ചോദിച്ചു. അതെ, ആരോരും ഇല്ലാത്ത 2 അനാഥ പിള്ളേരല്ലേ, പ്രായമായ പെൺകുട്ടികളല്ലേ എന്ന് കരുതിയ ഇത്രയും കാലം ഇവിടുന്ന് ഇറക്കി വിടാതിരുന്നത്. പക്ഷെ ഇപ്പോൾ, അയാൾ മുറുമുറുപ്പോടെ ടോണിയെ നോക്കി. ഇപ്പോൾ എന്താ വർമ്മ സാറേ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അന്യജാതിക്കാരനെ കല്യാണം കഴിച്ച് മാനക്കുവേടി ഉണ്ടാക്കിയവൾ ഇനി എൻ്റെ വീട്ടിൽ താമസിക്കണ്ട. സംരക്ഷിക്കാൻ ഇപ്പോൾ ആണൊരുത്തനായല്ലോ, ഇനി ഇറക്കി വിട്ടാലും പേടിക്കേണ്ടല്ലോ. മീനുവുമായും എന്തു പറയണമെന്നറിയാതെ കരഞ്ഞു. അപ്പോഴേക്കും വാലേക്കാർ വീട് പൂട്ടി താക്കോൽ വർമ്മയെ ഏൽപ്പിച്ചു. എന്നാൽ ഈ സാധനങ്ങളെ എടുത്ത് വേഗം ഇറങ്ങിക്കോളൂ, വർമ്മ പറഞ്ഞു. മായയും മീനുവും കരഞ്ഞു. ഡോ, താൻ ഇറക്കി വിട്ടതെന്ന് വെച്ച് ഇവർ പെരുവഴിയിലൊന്നും കിടക്കാൻ പോണില്ല, തനിക്ക് മാത്രമല്ലല്ലോ ഇവിടെ വീടുള്ളത്. അതും പറഞ്ഞ് അതൊരു ബാഗെടുത്ത് തിരിഞ്ഞു നടന്നു. നിങ്ങൾ വാ. എങ്ങോട്ടാ അപ്പേട്ടാ? മേലെടുത്ത തറവാട്ടവർക്കും ഇഷ്ടം പോലെ വീടുണ്ട്, നിങ്ങൾ ഇന്നു മുതൽ കളപ്പുരയ്ക്ക് താമസിച്ചാൽ മതി, അതൊരു പറഞ്ഞു. അത് വേണ്ടപ്പോ, ഞാൻ തന്നെ എവിടെയെങ്കിലും ഒരു വീട് സംഘടിപ്പിച്ചോളാം, ടോണി പറഞ്ഞു. അതുവരെ പെരുവഴിയിൽ കിടക്കാനാണോ? അപ്പോൾ അത് നിൻ്റെ വീട്ടുകാർ അതിന് സമ്മതിക്കില്ല. ആര് പറഞ്ഞു? നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നത് ഞാനാ. നിങ്ങളെ മേലെടുത്ത് നിന്ന് ഇറക്കി വിടാനുള്ള ചങ്കൂറ്റം ആർക്കും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ വന്നേ, അതൊരു പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി. പിന്നെ അവനോടൊപ്പം നടന്നു. മേലെടുത്ത് തറവാടിൻ്റെ ഉമ്മറത്ത് എല്ലാവരും കൂടി. ശങ്കരനുണിയും ശിവരാമനും ആകെ വിളറിപ്പിടിച്ച അവസ്ഥയിലായിരുന്നു. അളിയ, അപ്പോൾ ഒരു പോക്ക് തീരെ ശരിയില്ല. അവൻ എന്തിൻ്റെ കാര്യമാണ് ആ പെണ്ണിൻ്റെ കല്യാണം നടത്താം, അതും ആ നസ്രാണി ചെറുക്കനുമായിട്ട്, ശിവരാമൻ ദേഷ്യത്തോട് ചോദിച്ചു. ദേ, അവനെ നിയന്ത്രിച്ചില്ലെങ്കിലേ നാളെ തറവാടിന് മാനക്കേടുണ്ടാക്കി വെക്കും അവൻ. അപ്പോൾ നിലവലിച്ചിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട, ശങ്കരൻ പറഞ്ഞു. പ്രഭാകരൻ എല്ലാം കേട്ട് ചാരുകൈസരിയിൽ മലർന്നു കിടന്നു. പാർവതിയും ഒന്നും പറയാനാവാതെ അവിടെ മുഖം കുനിച്ചിരുന്നു. അല്ല വല്യേട്ടാ, വാടക വീട്ടിൽ നിന്ന് അവ ആർമ ഇറക്കിവിട്ട സ്ഥിതിക്ക് അപ്പുവിനെ അവരെങ്ങ് വിളിച്ച് ഇങ്ങോട്ടെങ്ങാനും വരുമോ, സൗദാമിനെ ചോദിച്ചു. എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി. അല്ല, അപ്പുവിൻ്റെ സ്വഭാവം വെച്ച് പറഞ്ഞതാണേ, സൗദാമിന് പറഞ്ഞു. മിത്ര എല്ലാം കേട്ട് ചിരിയടക്കി. മിക്കവാറും അങ്ങനെ ഉണ്ടാവാനാ സാധ്യത, മിത്ര മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും ഗേറ്റ് കിടന്ന് ഒരു കാർ മുറ്റത്തേക്ക് വന്നു. മിത്ര സന്തോഷത്തോടെ വരാന്തയിലേക്ക് ചെന്നു. എല്ലാവരും മുറോടുപ്പോടെ പരസ്പരം നോക്കി. ഡോർ തുറന്ന് എല്ലാവരും പുറത്തിറങ്ങി. മായും ടോണി പരിഭ്രമത്തോടെ പരസ്പരം നോക്കി. അഥർ വരാന്തയിലേക്ക് കയറി വന്നു. എന്താ ഇവിടെ ഒരു മീറ്റിംഗ്, വല്ല ഗൂഢാലോചനയുമാണോ? അതൊക്കെ പറ, അതൊരു കാര്യം പറ, എന്താ നിൻ്റെ ഉദ്ദേശം, ശിവരാമൻ ചോദിച്ചു. എന്ത്? ഇവരെന്തിനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നാ ചോദിച്ചത്. ഇവരിനി മുതൽ ഇവിടെ താമസിക്കും. അപ്പോൾ നീ അതിര് കിടക്കുന്നു. ഇവൾ ഇവിടുത്തെ പാൽക്കാരിയാ, പോരാത്തതിന് ഒരു അന്യജാതിക്കാരനെ കെട്ടിക്കൊണ്ട് വന്നേക്കുക. ഇവൾ ഇനി ഈ പടിക്കകത്ത് കയറ്റാൻ പറ്റില്ല, ശിവരാമൻ ദേഷ്യത്തോട് പറഞ്ഞു. അത് പറയാൻ അമ്മാവനാരാ? അത് കേട്ടത് പ്രഭാകരനെ ചാടി എഴുന്നേറ്റു. അപ്പോൾ അതിര് കിടക്കുന്ന നീ അമ്മാവനോടാ നീ പറയുന്നത് എന്ന ബോധം വേണം നിനക്ക്. ഈ കാട്ടണ തോന്നിവാസങ്ങൾക്കൊക്കെ മാനം കിടന്നത് ഞാനാ. ഇനിയും ഇത് അനുവദിച്ച് തരില്ല ഞാൻ. ഇവരിവിടെ താമസിപ്പിക്കാൻ പറ്റില്ല, ഇത് ഞാനാ പറയുന്നത്, പ്രഭാകരൻ വാശിയോടെ പറഞ്ഞു. ശരി, വേണ്ട, ഇവിടെ താമസിപ്പിക്കാനല്ലേ ബുദ്ധിമുട്ടുള്ള. മിത്ര, നീ ചെന്ന് മാളികപ്പുരയുടെ താക്കോലെടുത്തോണ്ട് വന്നേ, അഥറും മിത്രയോട് പറഞ്ഞു. അവളൊന്ന് പരിങ്ങി ഭീതിയോടെ പ്രഭാകരനെ നോക്കി. അയാൾ അവളെ തുറച്ചു നോക്കി. നീ അങ്ങോട്ട് നോക്കണ്ട, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. മിത്ര ചെന്ന് താക്കോലെടുത്തുകൊണ്ട് കൊടുത്തു. അഥർ അതുമായി ഇറങ്ങി. അഥർ, വേണ്ട, ഞങ്ങൾ കാരണം ഇവിടെ ഒരു പ്രശ്നം വേണ്ട, ഞങ്ങൾ പോയിക്കൊള്ളാം, ടോണി പറഞ്ഞു. മാഷേ, ഇതിൻ്റെ തുടക്കം കുറിച്ച് ഞാനാ. എല്ലാത്തിനും കൂട്ടുന്നതിൻ്റെ അവസാനം നിങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് രക്ഷപ്പെടാൻ എനിക്കാവില്ല. അതുകൊണ്ട് വന്നേ, ഇനി മുതൽ നിങ്ങൾ മാളികപ്പുരയിൽ താമസിച്ചാൽ മതി. അതല്ല അഥർ, ഒരു എക്സ്ക്യൂസും വേണ്ട. അവിടെ വന്ന് ആരും നിങ്ങളെ ഇറക്കി വിടില്ല.
അവൻ തിരിഞ്ഞ് പ്രഭാകരനെ നോക്കി. അയാൾ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. നിങ്ങൾ വന്നേ. അവൻ അവരുമായി വണ്ടിയിൽ കയറി. വണ്ടി നീങ്ങിയതും എല്ലാവരും പ്രഭാകരൻ്റെ അടുത്തേക്ക് വന്നു. അളിയനെന്താ ഒന്നും മിണ്ടാതെ നിന്നത്? അവരവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ശങ്കരൻ ചോദിച്ചു. പ്രഭാകരൻ അവനെ ഒന്ന് നോക്കി. പിന്നെ ദേഷ്യത്തോടെ മുഖം തിരിച്ച് നടന്നു. എല്ലാവരും പരസ്പരം നോക്കി. അളിയനെന്താ ചേച്ചി ഒന്നും മിണ്ടാതെ പോയത്? പാർവതി ഒന്ന് നിശ്വസിച്ചു. പിന്നെ അകത്തേക്ക് നടന്നു. അതെ, മാളികപ്പുരയുടെ അപ്പുവിൻ്റെ പേരിലുള്ളതാ. അത് അവൻ കാശ് കൊടുത്ത് വാങ്ങിയതാ. അതാ ഏട്ടനൊന്നും മിണ്ടാതെ പോയത്. സൗദാമിനി പറഞ്ഞു. അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിയതാണെന്നോ? ഉഷ മനസ്സിലാവാതെ ചോദിച്ചു. ആ, അവൻ്റെ സുഹൃത്ത് രഘുവിൻ്റെ ആയിരുന്നല്ലോ ആ വീട്. കടം കൊണ്ട് നിക്കക്കളിയില്ലാതെ വന്നപ്പോൾ കെട്ടിത്തൂങ്ങാൻ പോയതാ രഘു. അപ്പൂൻ്റെ ശമ്പളമായിട്ട് ബാങ്കിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ കുറേ പണം. അവനതെടുത്ത് രഘുവിന് കൊടുത്തു. സാമൂഹ്യ സേവനം അവൻ്റെ മറ്റൊരു തൊഴിലാണല്ലോ. പക്ഷെ രഘുവിന് അഭിമാനക്ഷതം. പകരമായിട്ട് ആ വീട് അപ്പൂൻ്റെ പേരിലങ്ങ് എഴുതി കൊടുത്തു. അവിടെ അവനിങ്ങനെ കയറി കിടക്കാൻ ഇടമില്ലാത്തവരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കാറുണ്ട്. വാടകയായിട്ട് 10 പൈസ വാങ്ങില്ല. സൗദാമിനി എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. മിത്ര രോഷത്തോടെ അമ്മയെ നോക്കി. അമ്മേ, അപ്പുവേട്ടൻ അങ്ങനെ ചെയ്യുന്നതിൽ അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അത് അപ്പുവേട്ടൻ്റെ വീടാണ്. അവിടെ ആരെ താമസിക്കണമെന്ന് അപ്പുവേട്ടൻ തീരുമാനിക്കും. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ആരും തല പുഴക്കേണ്ട. അതും പറഞ്ഞ് മിത്ര നടന്നു. മേലെടുത്ത് തറവാടിൻ്റെ നേരെ എതിർവശത്തായിരുന്നു ഓടിട്ട 2 നില വീട്. അതാണ് മാളികപ്പുര വീട്. മുകളിലത്തെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ മേലെടുത്ത തറവാട്ടിൻ്റെ മുകൾ വരാന്ത കാണാം. ഇനി ഇന്നും രാത്രി മീനുവിനെ കാണാമല്ലോ എന്ന ഒരു ഉദ്ദേശം കൂടിയാണ് അഥർവ അവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചതെന്ന് പറയുന്നതിൽ തെറ്റില്ല. വീടാകെ കണ്ട് എല്ലാവരും വരാന്തയിലേക്ക് വന്നു. എന്താ ടോണി മാഷേ, വീട് ഇഷ്ടമായില്ലേ? അപ്പു ചോദിച്ചു. അപ്പോൾ മേലെടുത്ത തറവാട്ടിൽ എല്ലാവർക്കും ഞങ്ങളിവിടെ താമസിക്കുന്നതിൽ എതിരാ. അതിൻ്റെ പേരിൽ നിന്നോട് അവർ കൈയെടുത്ത് തടഞ്ഞു. മാഷേ, ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇത് എൻ്റെ വീടാണ്. ഭാവിയിലൊരാവശ്യം വന്നാൽ താമസിക്കുമെന്ന് കരുതി വാങ്ങിയ എൻ്റെ സ്വന്തം വീട്. ഇവിടെ ആരെ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇനി ഇതിൻ്റെ പേരിലൊന്നും വേണ്ട. അതൊർ പറഞ്ഞു. ടോണി പിന്നെ ഒന്നും മിണ്ടിയില്ല. അത്യാവശ്യം ഫർണിച്ചറും ഗ്യാസും സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അടുക്കള സാധനങ്ങൾക്ക് ഇതാ കൊണ്ടുവന്നിട്ടുണ്ടേ. 2-3 സഞ്ചി നിറയെ സാധനങ്ങളുമായിട്ട് അലക്സും ഉമേഷും എത്തി. ഏതായാലും ചടങ്ങുകളൊക്കെ നന്നായി കഴിഞ്ഞു. ഈ സദ്യ നമ്മളെല്ലാം ഒന്നാഞ്ഞു പിടിച്ചാൽ അത് ഉടനെ ഉണ്ടാക്കാം. എന്താ? അത്ര പറഞ്ഞു. പിന്നെന്താ? എല്ലാവരും കൂടി അങ്ങനെ ഉഗ്രൻ ഒരു സദ്യ ഉണ്ടാക്കി ആഘോഷത്തോടെ കഴിച്ചു. അങ്ങനെ എല്ലാവരും ആശംസകൾ നേർത്ത് പിരിഞ്ഞു. തുടരും.